നമ്മൾ എല്ലാവരും കൂടി ഇന്ന് പറശ്ശിനിയിലേക്കാണ് പോകുന്നത്. അവിടെ കാണുന്ന കാഴ്ചകളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധർമ്മശാലയിലൂടെയാണ് നമ്മൾ പറശ്ശിനിയിലേക്ക് പോകേണ്ട വഴി. സ്നേക്ക് പാർക്കിൻ്റെ അതിലൂടെയാണ് ഫസ്റ്റ് പോകുന്നത്. സ്നേക്ക് പാർക്കിൻ്റെ എൻട്രൻസ് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്നേക്ക് പാർക്കിൻ്റെ എൻട്രൻസ്. സ്നേക്ക് പാർക്കിലേക്ക് പോകാനുള്ള വഴി ഇതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞാൽ വിസ്മയ പാർക്ക് പറശ്ശിനിക്കടവ്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരെ പറശ്ശിനിയിലേക്കില്ലോ. അപ്പോൾ ഇതാണ് വിസ്മയ പാർക്കിൻ്റെ എൻട്രൻസ്. വിസ്മയ പാർക്കിൽ നിന്ന് പിന്നെ കുറച്ചേ പോകണ്ടു പറശ്ശിനിക്കടവിലേക്ക്. പറശ്ശിനിക്കടവ് എത്തി. പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ വലതുഭാഗത്തായിട്ടാണ്. ഇത് ഈ റോഡിലൂടെ പോയ പറശ്ശിനിക്കടവിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോവാം. പിന്നെ പോകുന്നത് കുത്തൻ ഇറക്കത്തിലേക്കാണ്. ഇറക്കത്തിലേക്ക് പോയിട്ടില്ലതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. അങ്ങനെ ഇറക്കത്തിന് അവർ വല്ലാത്ത വളവും തിരിവുമാണ് അങ്ങോട്ട് താഴിലേക്ക്. അത് കഴിഞ്ഞ് താഴിൽ എത്താനായി നമ്മൾ ഇറക്കത്തിലേക്ക്. മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്ന ഏരിയയിലേക്കാണ് എത്തിയിട്ടുള്ളത്. കുറേ ചന്തകളാൽ എന്ന് പറയുന്നത് ചുറ്റപ്പെട്ട സ്ഥലമാണിത്. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും എന്ന് പറയുന്നത് കളിപ്പാട്ട കാഴ്ചകളും പലഹാരപ്പീടികളും ഒക്കെ നിറഞ്ഞതാണ് മുത്തപ്പൻ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ ഈ ചന്ത കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇത് ചോറ് കൊടുക്കുന്ന സ്ഥലമാണ്. കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതിന് നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ പുഴയാണ്. പുഴക്കരയിലാണ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പോയ ദിവസം വീഡിയോയിൽ കാണാൻ പറ്റുന്ന അത്ര കുറച്ച് തിരക്കേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക്, ഇത് ഊട്ടുപുരയാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് ഈ പുഴയിൽ കാല് കഴുകിയ ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഈ കാണുന്നതാണ് എൻ്റെ അമ്മ, മോള് കാലിട്ടടിച്ച് കളിക്കുകയാണ്, വെള്ളം കണ്ട് ആവേശത്തിലിരിക്കുകയാണ്. അവർ ക്ഷേത്രത്തിലേക്ക് മോനും അമ്മയും എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ നമുക്ക് എടുക്കാൻ അലോഡില്ല. ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കാണുന്ന പുഴയാണ്. പുഴയിലെ കൂടി ബോട്ട് സർവീസെല്ലാം. ഈ പുഴക്കരയോട് ചേർന്നിട്ടൊരു ചെറിയ പൂന്തോട്ടം കാണിക്കുന്നുണ്ട്. ചെറിയൊരു പൂന്തോട്ടം പുഴക്കരക്ക് അമ്പലത്തിനോട് ചേർന്നിട്ട് ചെറിയൊരു പൂന്തോട്ടം. മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് ഫുള്ളായിട്ടാണ് നിങ്ങളിപ്പം കാണുന്നത്. അമ്മയും അനിയനും മോനും എല്ലാം സംസാരിക്കുന്നു. അമ്മമ്മയോട് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടില്ല ഇത് പറയുന്നത്, ചന്തയിൽ നിന്ന് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടില്ലതാണ് മോള് പറയുന്നത്. ഇത് നമ്മൾ പ്രസാദ ഊട്ടിന് വേണ്ടി വഴിപാടെല്ലാം കഴിക്കുന്ന സ്ഥലമാണ്. പിന്നെ പുറത്തേക്ക് നമ്മൾ കിടന്നു, പ്രസാദമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് കിടന്നു. പുറത്ത് കിടന്നിട്ടാകുമ്പോൾ പുറത്തേക്ക് വന്ന് ചന്തയിലേക്കൂടെ നടക്കുകയും, ചന്തയിൽ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും പലഹാരങ്ങളൊക്കെ വാങ്ങിന്. മക്കൾക്ക് അങ്ങനെ കളിപ്പാട്ടത്തോടൊന്നും അത്ര വലിയ കാര്യം ഉണ്ടായിട്ടില്ല. മോള് അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറഞ്ഞപ്പം അത്ര വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, പലഹാരം മാത്രം വാങ്ങിയിട്ട് നമ്മൾ മടങ്ങി. ഇന്നത്തെ യാത്രയിൽ നമ്മളോടൊത്ത് മുത്തപ്പൻ ക്ഷേത്രം ദർശിച്ച എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക.